ചോദിക്കൂ. ഇല്ല, ഞാൻ അത് കറക്റ്റ് നല്ല ക്വസ്റ്റ്യനാണ്. ഞാൻ ബിഗ് ബോസ് സീസൺ 2 മത്സരിച്ച ഒരാളാണ്. അപ്പോൾ അതിൻ്റെ നിലവാരത്തിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സീസണിൽ ആ നിലവാരത്തിൻ്റെ ഏരിയയിലേക്ക് ആ സീസൺ മാത്രമല്ല, ഞാനിപ്പോൾ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. സീസൺ 1 നമുക്ക് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സീസൺ 2 ബി ഗ്രേഡ്, അത് കഴിഞ്ഞ് സി, ദെൻ ഡി, ദെൻ ഇ, അങ്ങനെ എഫ് എന്നൊക്കെ പറഞ്ഞു. ഓരോ വർഷം കഴിയുമ്പോഴും ഇതിൻ്റെ നിലവാരം മത്സരാർത്ഥികളിൽ കുറച്ച് പേരുടെ പ്രവർത്തനങ്ങൾ കാരണം കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് അങ്ങനെ വ്യക്തിയുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല, 1-2 പേരല്ലല്ലോ, കുറച്ച് പേരാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ സീസൺ 6 കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സീസൺ 6 നിലവാരം നല്ലത് തന്നെയാണ്. കാരണം അവർ സെലക്ട് ചെയ്തെടുത്ത മത്സരാർത്ഥികൾ നമ്മളെപ്പോലെയുള്ള ആൾക്കാരിൽ നിന്നുള്ള കണ്ടസ്റ്റൻസിനെ തന്നെയാണ്. പക്ഷേ ഈ കണ്ടസ്റ്റൻസ് അകത്ത് കയറി കഴിയുമ്പോൾ കയറുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്തത് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ കയറി കഴിയുമ്പോഴാണ് നമ്മൾ പല രഹസ്യങ്ങളും പുറത്തുനിന്ന് അറിയുന്നത്. അങ്ങനെ വെളിയിൽ നിന്ന് പ്ലാൻ ചെയ്ത് വന്നപ്പോൾ ഇയാൾ ചോദിച്ച പോലെ സീസൺ 2 എന്ന് പറയുന്നത് ഞാൻ മത്സരിച്ച സീസണിൽ ഞാൻ അകത്ത് കയറുമ്പോൾ പോലും എനിക്കറിഞ്ഞൂടാ ആരൊക്കെയാണ് എന്നോടൊപ്പം വരാനുള്ളത് എന്ന്. അകത്ത് കയറിയിട്ടാണ് ഞാൻ എന്നോടൊപ്പം ഉള്ള ഈ വലിയ സെലിബ്രിറ്റികളായ മത്സരാർത്ഥികളെയൊക്കെ കാണുന്നത്. അപ്പം രഹസ്യ സ്വഭാവം സീസൺ 2 സീസൺ 1 എനിക്ക് തോന്നുന്നു സീസൺ 3 ഒക്കെ രഹസ്യ സ്വഭാവങ്ങൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ കറക്റ്റ് സീക്രസി ഉണ്ടായിരുന്നു ഇല്ലേ. പക്ഷേ ഇപ്പോഴത്തെ ഈ സീസൺ 6 വന്നു കഴിയുമ്പോൾ എനിക്ക് തന്നെ വിഷമം ഉണ്ടാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ മറ്റന്നാൾ കയറാൻ പോകുന്ന അല്ലെങ്കിൽ നാളെ കയറാൻ പോകുന്ന ആൾക്കാരെക്കുറിച്ച് നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളെല്ലാവരും അല്ല ചില യൂട്യൂബുകളിൽ ഇന്നലെ ആയിട്ടൊക്കെ തന്നെ പ്രെഡിക്ഷൻസ് എന്നല്ല പറയുന്നു, ഇന്നയാൾ കയറാൻ പോകുന്നു, ഇന്നയാൾ വരാൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ സീക്രസി അങ്ങ് താന്നു പോകുമ്പോൾ നമുക്കൊരു കാണാനൊരു ത്രില്ലുണ്ടാവുമോ? ഉണ്ടാവുമോ? ഇല്ല. കാരണം ഞാൻ 2 ദിവസം മുമ്പേ ഒരു യൂട്യൂബിനകത്ത്, ഞാൻ എല്ലാ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്നതാണ്, അതിനകത്ത് തന്നെ ഈ പ്രാവശ്യം കയറി ജോജു ചേട്ടനും അതുപോലെ തന്നെ മറ്റേ ജുനൈസും മറ്റേ പുള്ളിയൊക്കെ കയറുന്നത് 2 ദിവസം മുമ്പേ തന്നെ ഞാനിത് കണ്ടു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഷോയുടെ നിലവാരം കുറയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ സീക്രസികൾ പൊളിച്ചു കളയുന്ന രീതിയിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അകത്തുനിന്ന് തന്നെ ഈ ന്യൂസ് പുറത്ത് വന്നെങ്കിലല്ലേ നിങ്ങൾ അറിയത്തുള്ളൂ, അല്ലേ? മിണ്ടാതിരിക്കരുത്, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്താലല്ലേ പറഞ്ഞ ശരിയാവും. ഞാൻ ഒന്നുകൂടെ പറയാം, കാരണം ഞാനൊരു വിശ്വാസിയായിരുന്നു, പക്ഷെ പണ്ട് ഞാൻ കപട വിശ്വാസിയായിരുന്നു. ഇപ്പോൾ അത് ശക്തനായ വിശ്വാസിയാണ് കഴിഞ്ഞ 18 വർഷം കൊണ്ട്. കാരണം ഞാൻ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ എൻ്റെ കൗമാരപ്രായങ്ങളിൽ ഈ കപട വിശ്വാസി എന്ത് സത്യവിശ്വാസി എന്തെന്ന് തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനും കള്ളം പറയുമായിരുന്നു, പല കൂട്ടുകെട്ടിലും കമ്പനിയിലായിരുന്നു. പക്ഷേ ഞാൻ വേദം പഠിച്ച് സത്യവിശ്വാസി എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞതുപോലെ ഒരു വാക്ക് എനിക്ക് മനസ്സിലായി: നാക്കെടുത്താൽ കള്ളം പറയുക, വിശ്വസിച്ചാൽ വഞ്ചിക്കുക, കരാർ ചെയ്താൽ ലംഘിക്കുക, പിണങ്ങിയാൽ അധർമ്മം പ്രവർത്തിക്കുക. ഇതാണ് കപട വിശ്വാസികളുടെ പ്രത്യക്ഷ ലക്ഷണം. സത്യവിശ്വാസിയാണെങ്കിൽ അവൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും പറഞ്ഞത് തെളിയിക്കുകയും കൃത്യമായിട്ട് സത്യത്തിൽ മാർഗത്തിൽ സഞ്ചരിക്കാൻ ശ്രമിക്കും. 18 വർഷം കൊണ്ട് ഞാൻ അങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറേ എതിർപ്പുകളുണ്ട്, കുറേ പേർക്ക് എന്നെ ഇഷ്ടമില്ലാത്തവരുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലെയുള്ളവർക്ക് നാളെ സത്യങ്ങൾ തെളിഞ്ഞു വരുമ്പോൾ എന്നെ നിങ്ങൾ നെല്ലിക്ക പോലെയാണ്, ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ ഷോ തകർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ ചിലർ പ്രവർത്തിക്കുന്നുള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിഗ് ബോസ് ഷോ പോലെയുള്ള ഒരു റിയാലിറ്റി ഷോ തകർക്കാനോ പാടില്ല. കാരണം അത് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചില കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ സ്വഭാവങ്ങളാണ്. അത് യേശുദേവൻ വിശുദ്ധ ബൈബിൾ മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ ഇന്ന് കട്ട് ചെയ്തുകളായിരുന്നു. 23-ാം അധ്യായത്തിൽ കൃത്യമായ ഒരു വചനത്തോടെ യേശുദേവൻ പറഞ്ഞിട്ടുണ്ട്: നമ്മളിൽ കുറേ പേർ അല്ലെങ്കിൽ നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടത്തിന് സദസ്യം, നമ്മൾ മറ്റുള്ളവർക്ക് നല്ലവരെന്ന് പറയുന്ന രീതി സൗന്ദര്യവും പ്രകടനവും ഒക്കെ കാണിച്ചു വെച്ചിട്ട് അകം കൊണ്ട് നമ്മൾ കള്ളം, ചതി, വഞ്ചന, നിങ്ങൾക്ക് ദുരിതം, അല്ലേ? അപ്പോൾ നമ്മൾ കുറേ മൊഞ്ചന്മാരെയും മൊഞ്ചത്തികളെയൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സൗന്ദര്യമുള്ള ചില ആൾക്കാർ അല്ലെങ്കിൽ കാരികളും എന്തെങ്കിലും ഒരു കള്ളം മധുരം ചേർത്ത് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കും, ശരിയല്ലേ? എന്നാൽ ഇപ്പോൾ കാണാൻ സൗന്ദര്യമില്ലാത്ത കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്ന ആൾക്കാർ സത്യമാണ് പറഞ്ഞാൽ പോലും നമ്മളിൽ കുറേ പേരെന്ത് വിചാരിക്കും? അവൾ പറയുന്ന ഉഡായിപ്പാണ്, കള്ളത്തരമാണെന്ന്, ശരിയല്ലേ? ഉറക്കെ പറയൂ. ഇതൊരു സൈക്കോളജിയാണ്. അപ്പോൾ അതല്ല ശരി. കളറോ സൗന്ദര്യമോ ഒന്നും അല്ല. പെരുമാറ്റവും ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രവർത്തനവും ആർജിച്ചെടുത്ത അറിവും ജ്ഞാനും അതൊക്കെയാണ് പ്രധാനം. അങ്ങനെ വരുമ്പോൾ ഈ സീസണിൽ എനിക്ക് അൻസിബ ഹസനെ പോലെയുള്ളവരെ ഭയങ്കര ബഹുമാനമാണ്. കാരണം അവസാനം വരെയും ഒരു മൂല്യം പോലും വിടാതെ, സംസ്കാരം പോലും വിടാതെ, ഇതിന് ശേഷവും ഒരു ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കി, അല്ലാതെ 35 ലക്ഷം 25 ലക്ഷം രൂപയ്ക്ക് ആകെ 50 ലക്ഷം ഒന്നുമില്ല, അതറിയാമല്ലോ. 33% ടാക്സി പോകുമ്പോൾ തന്നെ 10-17 ലക്ഷം രൂപ പോയി. പിന്നെയുള്ള ഈ 33-ൽ പിന്നെ പെട്ടി ഇപ്പോൾ എടുക്കും. അടുത്ത ആഴ്ച പെട്ടി എടുക്കാൻ ആരെങ്കിലും ഒക്കെ കാണും, ഇല്ലേ?
അതിൽ 5-10 ലക്ഷം പോകും. പിന്നെയുള്ള 25 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണോ പാരൻസിനെയും ബാപ്പയും ഉമ്മയും അച്ഛനെയും അമ്മയും അതുപോലെ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയും കള്ളത്തരം പറയുകയും ചെയ്യുന്നത്? പിന്നെ തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ ഹൃദയത്തിലുണ്ടാവുമോ? നിങ്ങളാരെങ്കിലും പോയാലും ഒരു കാര്യം മനസ്സിലാക്കുക, സത്യത്തിനും നീതിക്കും ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ കളിച്ചു പോകുക. അല്ല ഗെയിമാണെന്ന് പറഞ്ഞ് തോന്നിവാസം കാണിച്ചിട്ട് പിന്നെ വന്നിരുന്ന് സോറി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കറക്റ്റ് സത്യത്തിലൂടെ നന്മയിലൂടെ പോകുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഷോയുടെ നിലവാരം ഗുണനിലവാരം താഴോട്ട് പോകാൻ എന്നെപ്പോലെയുള്ളവർ അനുവദിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സീസൺ 2 എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യം വന്നു. ഞാൻ എല്ലാവരോടും കമ്പനി കൂടാൻ തന്നെയാണ് ശ്രമിച്ചത്. പർപ്പസീവായിട്ട് ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഞാൻ പർപ്പസീവായിട്ട് ഒറ്റയ്ക്ക് കളിക്കാൻ. ഒറ്റയ്ക്കല്ല, എല്ലാവരോടൊപ്പം കൂടി. പക്ഷേ മുൻധാരണാ വിധികൾ കൊണ്ടോ ഞാൻ സീസണിൽ കയറിയത് എങ്ങനെയാണ്? നെഗറ്റീവുകളിലൂടെയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ചാനൽ ചർച്ചകളിലും മറ്റ് പലതിലും ഞാൻ പലതിനെ എതിർത്തിരുന്നു. ജീൻസ് വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം ഇല്ലേ? അങ്ങനെ പല പല വിഷയങ്ങളിലും കുട്ടികളും പുതിയ തലമുറയും തെറ്റായ വഴി പോയി അടുത്ത തലമുറയ്ക്ക് അസ്വസ്ഥത ഉണ്ടാവരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ചാനൽ ചർച്ചകൾ 17 വർഷം ചർച്ച നടത്തിയപ്പോൾ കുറച്ച് പേര് എന്നെ എതിർത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നെക്കുറിച്ച് മോശമായി ചിത്രീകരിച്ചിരുന്നുകൊണ്ട് 18 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നെഗറ്റീവ് ഇമേജ് ആയിരുന്നു എൻ്റെ തലയിൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ബിഗ് ബോസിലോട്ട് പോയത്. അതുകൊണ്ട് പലരും ഒരുപക്ഷെ എന്നെ കൂടെ ചേർത്തിട്ടുണ്ടാവില്ല. എന്നാലും നമുക്ക് ആരും ഇല്ലെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കണ്ടേ? വേണ്ടേ? ഒറ്റയ്ക്ക് ജീവിക്കണം. ഞാൻ എൻ്റെ PR വർക്കുകളെ കൊണ്ടോ ഗുണ്ടകളെ കൊണ്ടോ ബോഡി ഗാർഡിനെ കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക ബൗൺസേഴ്സിനെ കൊണ്ടൊന്നുമല്ല ഞാൻ നടക്കുന്നത്. നിങ്ങൾക്ക് ആലുവ തട്ടുകടയിൽ എന്നെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൽ കാണാൻ പറ്റും, റോഡിൽ കാണാൻ പറ്റും, എവിടെ വേണോ, പള്ളിയിലും ചർച്ചിലും അമ്പലത്തിലൊക്കെ എവിടെ കണ്ടാലും നിങ്ങൾക്ക് എന്നെ ഒറ്റയ്ക്ക് കാണാൻ പറ്റും. എൻ്റെ കൂടെ ജനങ്ങൾ, സമൂഹത്തിലെ ആൾക്കാർ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് എനിക്ക് വലിയ എന്താ പറയുക സെലിബ്രിറ്റി പട്ടം ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആത്യന്തികമായ വിജയം ലക്ഷ്യം എന്ന് പറയുന്നത് അവിടമാണ് എന്ന് വിശ്വസിക്കുന്നതാണ്. ജാസ്മിൻ ഒരിക്കലും ഒറ്റപ്പെട്ടില്ല. നിന്നെ ഞാൻ ഇടിച്ച് കൂമ്പ് വിലക്കും. ചുമ്മാ അവർക്ക് ഭയങ്കര ശക്തിയുള്ള കൂട്ടുകെട്ടാണ്. ഒരു കാര്യം എനിക്ക് പറയാം, ഒരു കാര്യം എനിക്ക് തോന്നിയത് ഞാൻ പറയാമേ. ഗബ്രി എന്ന് പറയുന്ന മികച്ച മത്സരാർത്ഥിയായിരുന്നു. ഒറ്റയ്ക്ക് കളിച്ചിരുന്നുവെങ്കിൽ അവൻ തന്നെ വിന്നറായി പോവേണ്ട ഒരു മികച്ച മത്സരാർത്ഥിയായിരുന്നു. പക്ഷേ എന്തോ ചില കാരണങ്ങൾ, സാങ്കേതികമായ പ്രശ്നങ്ങൾ, നമുക്ക് രണ്ടുപേർക്കും അറിയാമെന്നുള്ള കുറേ വാഴത്തോപ്പുകളുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ കൊണ്ടിട്ട് എന്ത് പറ്റി പാവത്തിന് ഒരു വിജയിക്കാൻ പറ്റാതെ അതിലെനിക്ക് വിഷമമുണ്ട്. കാരണം ഒറ്റയ്ക്ക് ഗെയിം മാത്രമല്ല ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നതാണോ, ഓവറാൾ പെർഫോമൻസ് ആണ്. രാവിലെ എണീച്ച് രാത്രി കിടക്കുന്നത് വരെയുള്ള വായിൽ നിന്ന് വീഴുന്നതും പ്രവൃത്തികളും ചിന്തകളും കളികളും പെർഫോമൻസുകളും വൃത്തിയാക്കലുകളും പല്ലിയേക്കലും കുളിക്കലും അടുക്കള പോക്കും ആഹാര വിളമ്പലും തിന്നലും എല്ലാ സംഗതികളും ഒത്തുചേരുന്ന ഓവറാൾ പെർഫോമൻസ് ഓഫ് എ പേഴ്സൺ. ഇതാണ് വിന്നറായി വരേണ്ടത്. ആ വ്യക്തിയാണ് ഈ കിരീടം ചൂടേണ്ടത്. അല്ലാതെ കുറേ കരഞ്ഞു കാണിച്ച് ഇമോഷണൽ സ്ട്രാറ്റജിയിൽ കാണിച്ച് ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഓടി ബാത്റൂമിൻ്റെ ക്യാമറയിൽ പോയിരുന്നിട്ട് ആൾക്കാർ തെറ്റിദ്ധരിച്ചാൽ ഇന്നത്തെ തലമുറ മണ്ടരാണോ? ഒരിക്കലും മണ്ടരല്ല. അവരെ മണ്ടരാക്കുന്ന നമ്മളാണ് മണ്ടരെന്ന് വിശ്വസിക്കുന്ന ആളാണ്. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് അവരൊന്നും ഒറ്റയ്ക്കല്ല കളിച്ചത്. ഇതിനകത്തൊന്നും ആരും ഒറ്റയ്ക്ക് കളിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആരും ഒറ്റയ്ക്ക് കളിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടൊരു പ്രിവിലേജ് ബിഗ് ബോസ് കൊടുക്കുന്നു തോന്നുന്നു? കറക്റ്റ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. സീസൺ 2 എൻ്റെ കൂടെയുള്ള ചില മത്സരാർത്ഥികൾ തന്നെ ഇടയ്ക്ക് ഇൻ്റർവ്യൂ ഇട്ടു. നമുക്കൊന്നും കിട്ടാത്ത പ്രിവിലേജുകൾ ഇതിൽ കുറേ പേർ കിട്ടിയെന്ന്. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, സത്യം പറയുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എന്നാലേ എൻ്റെ വാക്ക് എപ്പോഴും നിലനിൽക്കത്തുള്ളൂ. ഈ സീസണിൽ സീസൺ 6 എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ 2 എൻ്റെ കഴുത്തിലൊരു കുരിശുണ്ടായിരുന്നു, ഒരു രുദ്രാക്ഷമാലയുണ്ടായിരുന്നു, പലതും. എന്നെ ഇതെല്ലാം അഴിപ്പിച്ച് വെച്ചിട്ടാണ് അകത്തോട്ട് കയറ്റിയത്. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? എന്നാൽ സീസൺ 6 നമ്മൾ കണ്ടതാണ് പുറത്തുനിന്ന് ചെല്ലുന്ന പാരൻസിൽ കുറച്ച് പേർ ആഹാരം കൊണ്ടുവന്നോട്ടെ, അത് ഞാൻ തെറ്റ് പറയില്ല. പക്ഷേ പുറത്തുനിന്ന് ചെറിയ പാവകളായാലും എൻ്റെ അത്ര പൊക്കമുള്ള വലിയ പാവകളായാലും അതുപോലെ വേറെ വസ്തുക്കളുമായിട്ട് കൊണ്ടുവന്ന് അകത്ത മത്സരാർത്ഥികൾക്ക് കൊടുക്കുമ്പോൾ ഇത് കിട്ടാത്തതും കൊണ്ടുവന്ന് കൊടുക്കാത്ത പാരൻസും മറ്റ് മത്സരാർത്ഥികളോട് കാണിച്ച ഒരു അനീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കൊടുത്ത പാവ എല്ലാവർക്കും കൊടുക്കണം, വേണ്ടേ? സീസൺ 2 എല്ലാവർക്കും പാവ കൊടുത്തു, ശരിയല്ലേ? അതാണ് എനിക്ക് കിട്ടിയ ചിന്നുപ്പാവ. ആ പാവ വെച്ച് ഞാൻ കളിച്ചു. അത് ദൈവം തന്ന വിഷയമാണ്, അല്ല എൻ്റെ കഴിവൊന്നുമല്ല. ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടത് ദൈവം തന്ന ഒരു അവസരം മാത്രം. അപ്പോൾ ഈ സീസണിൽ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പുറത്തുനിന്ന് വന്ന രക്ഷകർത്താക്കളിൽ ചിലർ വന്നിട്ട് അകത്തുള്ള മത്സരാർത്ഥികളുടെ കഴുത്തിൽ കിടന്ന മാലകളെല്ലാം മാറ്റിയിട്ട് പിന്നെ ഇവർ കൊണ്ടുവന്ന മാല ഇട്ട് കൊടുത്തിട്ട് അത്രയൊക്കെ അതെങ്ങനെ ശരിയാണ്? അപ്പോൾ പിന്നെ ഇതൊക്കെ മറ്റ് മത്സരാർത്ഥികളോട് കാണിക്കുന്ന ഒരു അനീതിയില്ല. കാരണം വരാൻ പോകുന്ന സീസണുകളിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കുക. കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത് സീസണിൻ്റെ ക്രെഡിബിലിറ്റിയെ, സീസണിൻ്റെ ബിഗ് ബോസ് ഷോയുടെ ഒരു വിശ്വാസ്യതയെ താഴേക്ക് കൊണ്ടുപോകും. ഈ സീസൺ താഴേക്ക് പോകാൻ പാടില്ല.
അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, പുറത്തുനിന്ന് ഒരു രക്ഷകർത്താവ് അല്ലെങ്കിൽ ഒരു ടീം വന്നിട്ട് അവരുടെ ആൾക്കാർക്ക് വേണ്ടി പുറത്തുനിന്ന് പൂജിച്ച മാലകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങളോ ഒരു ബലമുള്ള വസ്തുവോ കൊണ്ടു കൊടുത്തിട്ട് പോകുമ്പോൾ ബാക്കി 12 പേര് 15 പേര് അവിടെ ഉണ്ടാകുമ്പോൾ അവർക്ക് കൊടുക്കാൻ ആരും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് എന്നെപ്പോലെയൊക്കെ അനാഥമായി കയറി വന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് വേദനയും വിഷമം ഉണ്ടാവുകയില്ലേ? നിങ്ങൾ വെറുതെ പിടിക്കരുത്. നിങ്ങൾ റെസ്പോണ്ട്, നിങ്ങൾ മുമ്പോട്ട് കയറുകയാണ്. അത് പാടില്ല. കൊടുക്കുന്നെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം, അല്ലേ? കൊടുക്കുന്നെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ബിഗ് ബോസ് അത് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യരുത്, അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമുള്ളവർക്ക് മാത്രമായിട്ട് ഒരു ബലത്തിൻ്റെ സാധനവും കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടിയുള്ള വലിയ പാവകളോ അല്ലെങ്കിൽ ഈ സാധനങ്ങൾ കൊടുക്കരുത്. ഞാൻ ഇന്നലെ കൂടെ നോക്കിയെടുത്ത് മാറ്റിയിട്ടുണ്ടാവുന്ന യഥാർത്ഥത്തിൽ ബിഗ് ബോസ് അത് അവിടുന്ന് മാറ്റേണ്ടതായിരുന്നു. അതെനിക്ക് ഒരു ന്യായമായിട്ട് നീതിയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ബൈബിൾ പറയുന്നു നീതിബോധമുള്ളവനോടൊപ്പം ദൈവം ഉണ്ടാകുന്നു. നമ്മൾ ചെയ്യുമ്പോൾ നീതിബോധത്തോടെ പറയണം ചെയ്യും. ഈ ബിഗ് ബോസ് ഇറങ്ങിയ കുറച്ച് കണ്ടസ്റ്റന്റ് കുറേ ബിഗ് ബോസിനെ പറ്റിയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയാണ് അനീതി മറ്റൊരെണ്ണം ഞാൻ കണ്ടത്. എന്താണെന്ന് പറയാം, നമുക്കിപ്പം ഒരാളിൻ്റെ പേരൊക്കെ എടുത്ത് മാറ്റാം. ഞങ്ങളെപ്പോലുള്ള സീസൺ 1, സീസൺ 2, സീസൺ 3 ഒക്കെയാണെന്ന് തോന്നുന്നു. സീസൺ 4 വരെയും പുറത്തിറങ്ങിയിട്ട് സീസൺ 4 ഞാൻ മാറ്റി നിർത്തുന്നു. സീസൺ 3 വരെ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾക്ക് പുറത്ത് വന്നിട്ട് എഗ്രിമെൻ്റ് പ്രകാരം 6 മാസം കുറേ മാസങ്ങൾ ഒരു ചാനലിനോ ഒരു യൂട്യൂബിനോ ഒരു ഇൻ്റർവ്യൂ പോലും കൊടുക്കാൻ പാടില്ല എന്നാണ്. അതിപ്പോഴും അപ്പോഴും അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നതാണ് എൻ്റെ വിശ്വാസം. പക്ഷെ നിങ്ങൾക്കിപ്പോൾ അറിയാം, ഇപ്പോൾ ഇറങ്ങുന്ന പലരും വന്നു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? അങ്ങ് ഇൻ്റർവ്യൂകളുടെ അങ്ങ് തകർത്ത് കൊടുക്കുമ്പോൾ അത് അത്ര ശരിയായിട്ടുള്ള പ്രവണതയാണോ? അത് തടയാനും അത് നിർത്തലാക്കാനും നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം തടയാനല്ല ഞാൻ ശ്രമിച്ചത്. വെളിയിലിറങ്ങിയിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുക എന്ന് പറയുമ്പോൾ അതൊരു കൊതിക്കറിവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? ഞാനും പുറത്തായ ആളാണ്, അല്ലെങ്കിൽ പുറത്താക്കിയ ആളാണ്. എനിക്ക് കൊതിക്കറിവൊന്നുമില്ല. നമ്മൾ ഗെയിമിൻ്റെ ഭാഗമായി കളിച്ചു, അത് ചില സംഭവങ്ങൾ സംഭവിച്ചു, പുറത്തായി, സന്തോഷം. ഈ നാളെ ഇതുവരേക്കും ഞാൻ ബിഗ് ബോസിനോ ഷോയ്ക്കോ ഏഷ്യാനെറ്റിനോ ലാലേട്ടനോ എതിരെ ഒരു കുറ്റം പോലും എന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഞാൻ അവരെ ഓച്ചാനിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഷോയിലുണ്ടായ കുറവുകളെ ചൂണ്ടിക്കാണിക്കണോ? ഒരിക്കലും വേണ്ട. അതുകൊണ്ട് പുറത്തിറങ്ങിയ ആൾക്കാർക്കുള്ള ഈ ഇൻ്റർവ്യൂ കൊടുക്കലുകളും ഇപ്പം കണ്ട ഒരു വെള്ളം ചേർക്കലിൻ്റെ ഭാഗമായി ഈ സീസണിലാണ് അത് കൂടുതലായിട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതും ബിഗ് ബോസ് അധികൃതർ നിയന്ത്രിക്കേണ്ടത്. ചേട്ടാ, ഈ പറഞ്ഞ അലിഗേഷൻസിലൊക്കെ എന്തെങ്കിലും കടമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഏത് അലിഗേഷൻ? ഈ അഖിൽമാരാർ പറഞ്ഞ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് നമ്മൾ ഷോയെക്കുറിച്ചാണോ പറയേണ്ടത്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരെക്കുറിച്ചാണോ? ഈ വ്യക്തി ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ ഒരാളിനെ കുറിച്ച് ഉള്ളൊരു ഇഷ്യൂ, ഇപ്പം കേസിൻ്റെ സംഭവത്തും അങ്ങനെ പോയി. ആ കുട്ടി ചെയ്തത് എന്താണ്? അന്തസ്സായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, അല്ലേ? അപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഒന്നുകിൽ പ്രതി ഏത് വാദി ഏതെന്ന് വ്യക്തമായി പറയണം, അല്ലേ? വാദി ഒരു പെൺകുട്ടിയാണ്, അത് പീഡനത്തിന് വിധേയമായ കുട്ടിയാണെങ്കിൽ അത് ഇരയായി അതിനെക്കുറിച്ച് പറയാനേ പാടില്ല. ആ കുട്ടിയുടെ പേര് പറയരുത്, അത് നിയമവിരുദ്ധമാണ്, തെറ്റാണ്. ഓക്കെ, ശരിയല്ല? ശരിയാണ്. പക്ഷെ പ്രതികളുടെ പേര് പറയാമല്ലോ. പ്രതികളുടെ പേര് പറയാം. അപ്പോൾ ഏഷ്യാനെറ്റിലെ മുൻനിര ആൾക്കാർ, ബിഗ് ബോസിലെ മുൻനിര ആൾക്കാർ, പ്രമുഖർ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ജോലി ചെയ്യുന്ന എല്ലാവരുടെയും മുഖത്തേക്കല്ലേ ഈ വിരൽ ചൂണ്ടപ്പെടുന്നത്? അല്ലല്ല, പേരുകൾ പറഞ്ഞില്ല ഇതുവരെയും. എവിടെയെങ്കിലും പേര് പറഞ്ഞോ? തലപ്പത്തുള്ള പ്രമുഖരായിട്ടുള്ള കുറേ പേര് ഞാൻ അറിഞ്ഞ. അങ്ങനെ അതുപോലെ തന്നെ ഈ കയറുന്നതിൽ പുതിയ ആൾക്കാർ അല്ലെങ്കിൽ ജൂനിയേഴ്സ് എന്ന് പറയുന്ന ഏതെങ്കിലും പെൺകുട്ടികളെ ഉദ്ദേശിച്ചോ സ്ത്രീകളെ ഉദ്ദേശിച്ചോ ആവട്ടെ, അങ്ങനെ വരുമ്പോൾ ഇനി കയറാൻ പോകുന്ന ജൂനിയേഴ്സിനെ നമ്മൾ കുറേ പേര് നോക്കുന്ന കണ്ണ് ഏത് കണ്ണിലൂടെ ആയിരിക്കും? ഇങ്ങനെ ആയിരിക്കും അല്ലേ കയറിയത്, അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണ വരുത്തുന്നതല്ലേ? ആണോ അല്ലയോ? അത്രേ ഉള്ളൂ. അപ്പോൾ പ്രതികളുടെ പേരെങ്കിലും പറയണ്ടേ? അതുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളുടെ മുമ്പ് വെച്ച് ഫൈനലൈസ് ചെയ്തു. ഇത് ലാസ്റ്റായിട്ട് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയാണ്. ഒന്നുകിൽ ഈ വിഷയം ഉദ്ധരിച്ച ആ ആൾ തന്നെ പ്രതികളുടെ പേരെങ്കിലും പറയണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ ആൾ തന്നെ വാദിക്ക് വേണ്ടി സമൂഹത്തിലിറങ്ങി നിയമ നടപടികൾ നടത്തി അവർക്ക് എന്ത് നീതി വാങ്ങിച്ചു കൊടുക്കണം, അല്ലേ? ശരിയാണോ തെറ്റാണോ? അല്ലാതെ സ്വന്തം യൂട്യൂബിലേക്ക് വന്നിരുന്ന് ചുമ്മാ ആൾക്കാരെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ എപ്പോഴും ഒരു ലൈവിലായിട്ട് നിൽക്കാൻ വേണ്ടി ആര് ചെയ്താലും. ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഷോ കഴിഞ്ഞിറങ്ങി ഇതിന് മുമ്പും ഉണ്ടായിരുന്നു ചിലർ കുറേ PR വർക്കുകൾ എവിടെ പോയാലും തുമ്മിയാലും തൂറിയാലും വലിയ സോറി കേട്ടോ, തുമ്മിയാലും ചീറ്റിയാലും അല്ലെങ്കിൽ ഛർദ്ദിച്ചാലും അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും കുറേ PR വർക്കുകളെയും കൊണ്ട് കിടന്നിട്ട് ഇങ്ങനെ ഈ അല്പനൈശ്വര്യം വന്ന് അർദ്ധരാത്രി കുട പിടിക്കുമെന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ വളരെ വേദന തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ഇവരെ ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ നാളെ MP MLA മന്ത്രിയൊക്കെ ആയിട്ട് വരേണ്ട, ചുമ്മാ വായി തോന്നുന്നു പറഞ്ഞുകൊണ്ട് നടക്കരുതെന്നുള്ള അനിയന്മാരെ പോലെയുള്ള ആ സ്നേഹം കൊണ്ട് അവർക്കൊക്കെ വേണ്ടി ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്, ഓർമ്മ വേണ്ടല്ലോ, അല്ലേ? ഇവരൊക്കെ നിന്നപ്പോൾ ഞാൻ വീഡിയോ ഇട്ടത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇനി ഇവരുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇന്ന് ഈ നിമിഷം കൊണ്ട്, ഇന്ന് മെയ് 31 നാളെ ജൂൺ 1 മുതൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യുന്നതല്ല. ഇനി 2, ഇത് തെറ്റാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആർക്കുണ്ട്?
ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിനും ബിഗ് ബോസ് എന്ന് പറയുന്ന ഡയറക്ടർമാർക്ക് അതിൻ്റെ ഡയറക്ടേഴ്സിനും ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഒന്നുകിൽ അവർ ഈ പറഞ്ഞ ആരോപണം തെറ്റാണ് എന്ന് തെളിയിക്കാനായിട്ട് മുന്നിട്ടിറങ്ങണം. ശരിയല്ലേ? അവരും അനങ്ങുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആക്ഷേപം ഉന്നയിച്ച ആൾ ഇത് ശരിയാണ് എന്ന് തെളിയിക്കാനായിട്ട് മുന്നോട്ട്. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ചുമ്മാ എന്നും ഇതേ വിഷയം പറഞ്ഞിട്ട് ആർക്കൊക്കെയോ വേണ്ടി വാലാട്ടിപ്പട്ടികളെ പോലെയല്ലേ നമ്മളൊക്കെ നടക്കുന്നത്, അല്ലേ? ആർക്കൊക്കെ വേണ്ടി ചുമ്മാ ഒരു ബീറ്റിംഗ് അറൗണ്ട് ദി ബുഷ് എന്ന് പറയുന്നതൊക്കെ ചുമ്മാ കാടടിച്ച് പഴഞ്ഞു. ഇനി ഇവരെ പോലെയുള്ള കുറേ പേരുടെ മറ്റേ പെയ്ഡായിട്ടുള്ള ചൊറിയന്മാക്കറി തവളകളുണ്ടല്ലോ, ചൊറിയന്മാക്രികൾ നേരെ യൂട്യൂബിൻ്റെ അടി വരിക, എന്നെ പോലെയുള്ള അല്ലെങ്കിൽ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ ഉടനെ ആക്രമിക്കുക, വായി തോന്നി പറയുക, വീട്ടിൽ ഇരിക്കുന്നവർ പറയാം, തോന്നിയത് പറയുക. എനിക്ക് പക്ഷേ വിഷമമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എത്തിയുമാണ്, ഞാൻ എൻ്റെ അനാഥനാണ്. ഞാൻ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ആരും ഇല്ലാത്ത ആൾക്കാരുടെ കൂടെ നിൽക്കുകയാണ്. ഞാൻ സിനിമ ചെയ്യുന്ന പോലും ചാരിറ്റിക്ക് വേണ്ടിയാണ്. എൻ്റെ ജീവിതം തന്നെ വൃദ്ധസദനങ്ങൾക്ക് വേണ്ടിയും ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്. എന്നെ പേടിപ്പിക്കാൻ ഒന്നുമില്ല. ഞാൻ ഇന്ന് പോണ വഴിക്ക് പോയാൽ പോട്ടെന്നോ എന്നെ ഓർത്ത് ആരും കരയാനോ ദുഃഖിക്കാനോ ഒന്നുമില്ല. പിന്നെ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സംവിധാനം ചെയ്യും, ഞാൻ ഡയറക്ഷൻ പഠിക്കുന്നു. അതും പറ്റിയില്ലെങ്കിൽ ഞാൻ പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങും. ഇതും പറ്റില്ല എൻ്റെ വീടും പരിപാടിയും വിറ്റിട്ട് ഞാൻ ചാരിറ്റി നടത്തും. ഇല്ലെങ്കിൽ ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് അന്തസ്സായിട്ട് ചാരിറ്റി നടത്തും, ഇല്ലെങ്കിൽ തട്ടുകട നടത്തി ചാരിറ്റി നടത്തും. കാരണം ഒറ്റയ്ക്ക് ജീവിച്ച് വളർന്നിട്ടുള്ളതാണ്. എനിക്ക് ഒരുപാട് പേര് ദോഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചുമ്മാ അലിഗേഷൻ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചുമ്മാ കരിവോരി തേച്ച് ഓരോ ആമ്പിള്ളേരുടെയും പെമ്പിള്ളേരുടെയും പേരിൽ ഇല്ലാതാക്കരുത്. ഓരോ സ്ഥാനങ്ങൾ ഇരിക്കുന്നതിന് ഉള്ളത് കൃത്യമായി പറയുക. അത് തെളിയിക്കാൻ ബാധ്യതയുണ്ടെങ്കിൽ അത് പറയാം. അല്ലാതെ കാടടിച്ച് വെടിവെച്ച് പോകരുത്. സിനിമയ്ക്ക് വേണ്ടി ഞാൻ നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കുറേ പേര് പറഞ്ഞു ഇദ്ദേഹം ചെയ്യാൻ പോകുന്ന സിനിമയിൽ ചാൻസ് തരുമെന്ന് വിചാരിച്ചിട്ടല്ലേ ചേട്ടൻ ഇതിനകത്ത് എതിർത്തൊന്നും പറയാൻ. അന്ന് ഞാൻ പറഞ്ഞ ചിലർക്കറിയാം, ഞാൻ പറഞ്ഞത് ഞാൻ എന്തായാലും പഠിച്ചിട്ട് പറയാം, അല്ലേ? ആരോടൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചിട്ട് പറയാം. ഈ ബിഗ് ബോസ് സീസൺ 2 കഴിഞ്ഞിറങ്ങിയപ്പോൾ ലാലേട്ടൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ലാലേട്ടൻ ചേട്ടൻ്റെ സിനിമയിൽ എൻ്റെ അടുത്ത 2 പടത്തിൽ നമുക്ക് ചെയ്യാം, നന്നായി ചെയ്യുമെങ്കിൽ കൂടുതൽ ചെയ്യാമെന്ന് പറഞ്ഞു. അതെനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. എനിക്ക് ഒരു വിരോധമില്ല കേട്ടോ. ലാലേട്ടനും മമ്മൂക്കയും മുന്നിൽ നടക്കുക എൻ്റെ ഹൃദയത്തിലുള്ള വലിയ മഹത് വ്യക്തികളാണ്. അതെനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെയാണോ ബാക്കിയുള്ളത് കിട്ടിയില്ല. സിനിമയൊന്നും അല്ല ആത്യന്തികമെന്ന് ഞാൻ വിചാരിക്കുന്നത് സർവേശ്വരൻ്റെ അടുത്ത് സന്തോഷത്തോടെ എത്തുക, ഏറ്റവും നല്ല മരണം ലാസ്റ്റിൽ കിട്ടുക എന്നുള്ളതാണ്. ഒരുപാട് ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സൂത്രങ്ങൾ പറയുന്ന ആൾക്കാരുടെ പുറകെ ഞാൻ നടക്കില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറേ പൈസ ഉണ്ടാക്കാൻ കുറച്ച് പേർക്ക് വേണ്ടി ചാഞ്ഞു നിന്ന് വർത്തമാനം പറയാനോ തെറ്റിദ്ധരിപ്പിക്കാനോ എന്നെ കിട്ടത്തുള്ളൂ. ഈ സീസൺ 6 ടോപ്പ് 5 ജയിത്തേണ്ട അഭിപ്രായത്തിൽ ആരൊക്കെ വരും? ടോപ്പ് വിജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആൾ ജിൻഡോയാണ്. പക്ഷേ ജിൻഡോ വിജയിക്കില്ല. വിജയിക്കാൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നത് ജാസ്മിനാണ് വിജയിക്കാൻ സാധ്യത. അല്ല, ഏഷ്യാനെറ്റ് നിശ്ചയിക്കുന്നതല്ല. ഞാൻ അതുകൂടെ ഒന്ന് ക്ലിയർ ആക്കി തരാം. ഇപ്പോൾ ജിൻഡോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം 10 പേരുടെ അതുപോലെ ലാലേട്ടൻ ചോദിച്ചു ഹാർഡ് വർക്ക് ചെയ്യുന്നവരാരാണ് ചോദിച്ചു, അല്ലേ? ഹാർഡ് വർക്ക് ചെയ്തവരുടെ നോക്കിയപ്പോൾ 10ൽ 7 പേരും വോട്ട് ചെയ്തത് ജിൻഡോ പുറത്ത് വേണ്ടിയാണ്, അല്ലേ? ജിൻഡോ എൻ്റെ സ്റ്റുഡൻ്റാണെന്ന് ഞാൻ എവിടെയൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ട്, സ്വപ്നസുന്ദരി വരാനുണ്ട്. അപ്പോൾ ജിൻഡോ ആണ് ഹാർഡ് വർക്കറായിട്ട് ചെയ്തത്.